പിശാചിന്റെ നിരന്തരമായ പ്രവൃത്തിയാണ് പ്രലോഭിപ്പിക്കുക എന്നുള്ളത്. പ്രലോഭിപ്പിക്കുക, പാപത്തിലേക്ക് നയിക്കുക, വഴി തെറ്റിക്കാൻ നോക്കുക. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരരെ, കർത്തൃ പ്രാർത്ഥനയെക്കുറിച്ചുള്ള തിരുവചന വിചിന്തന പരമ്പരയുടെ 90ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സെഷനിൽ 6ാമത്തെ യാചനയിലേക്ക് കടക്കുകയാണ്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്നുള്ള യാചന. സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ കർത്തൃ പ്രാർത്ഥനയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ 2846 ഖണ്ഡികയിൽ അതേക്കുറിച്ച് പറയുകയാണ്. ഈ യാചന കഴിഞ്ഞ യാചനയുടെ അടിവേരിലേക്ക് ചെല്ലുന്നു. കാരണം നമ്മുടെ പാപങ്ങൾ പ്രലോഭനങ്ങൾക്ക് സമ്മതം നൽകുന്നതിൻ്റെ ഫലമാണ്. പ്രലോഭനങ്ങൾക്ക് സമ്മതം നൽകിയതിൻ്റെ ഫലമാണ് പാപങ്ങൾ ഉണ്ടായത്. നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഈ 5, 6, 7 യാചനകൾ വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വർത്തമാനകാലം, ഭൂതകാലം, ഭാവി കാലം, ഈ 3 മേഖലയിലേക്കാണ് നമ്മളെ കൊണ്ടുപോയി തമ്പുരാൻ്റെ മുമ്പിലേക്ക് ആ മേഖലകൾ തുറന്നു വെക്കാൻ ഇടവരുത്തുന്നത്. വർത്തമാനകാലം, അന്നു വേണ്ട ആഹാരം; ഭൂതകാലം, അന്ന് തെറ്റുകൾ ക്ഷമിക്കണേ. ഇനി മുന്നോട്ട് നോക്കുമ്പം പ്രലോഭനത്തിൽ ഇനി ഞങ്ങൾ പെട്ട് വീണ് സമ്മതം കൊടുത്തിട്ട് പാപത്തിലേക്ക് പോകാൻ ഇടവന്നാൽ ഞങ്ങൾ കെണിപ്പെടും, ഞങ്ങൾ സാത്താന മക്കളായിട്ട് മാറും. അതിനിട വരല്ലേ എന്ന് യാചിക്കുകയാണ്. അപ്പം ഇത് ഈ കഴിഞ്ഞ യാചനയുടെ അടിവേരിലേക്കാണ് ചെല്ലുന്നത്. പിശാചിന്റെ നിരന്തരമായ പ്രവൃത്തിയാണ് പ്രലോഭിപ്പിക്കുക എന്നുള്ളത്. പ്രലോഭിപ്പിക്കുക, പാപത്തിലേക്ക് നയിക്കുക, വഴി തെറ്റിക്കാൻ നോക്കുക. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വചനത്തിൽ കുഞ്ഞുമക്കൾ നിങ്ങളാരും വഴി തെറ്റിക്കാതിരിക്കട്ടെ. പ്രലോഭനങ്ങൾ ഉണ്ടാകാതിരിക്കുക അസാധ്യമാണ് എന്ന് മത്തായി 18 ആദ്യ വാക്യങ്ങളിൽ 5, 6, 7 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. പ്രലോഭനങ്ങൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം. പക്ഷേ പ്രലോഭനങ്ങൾ ആര് വഴി ഉണ്ടാകുന്നുവോ അവർക്ക് കഷ്ടം. പ്രലോഭനങ്ങൾ എന്നത് ലോകത്തിന് ദുരിതം എന്നും അവിടെ ഈശോപ്രപ്പിന്ന് കാണാൻ പറ്റും. പ്രലോഭനങ്ങൾ വഴിയാണ് സകല ദുരിതം വന്നിരിക്കുന്നത്. പരദീസയുടെ മനോഹരമായ സൗഭാഗ്യ അവസ്ഥ നശിച്ചത്, അല്ലെങ്കിൽ താളം തെറ്റിയത്, ആവശ്യത്തിന് മനുഷ്യമക്കൾ പുറത്തു പോയത് പ്രലോഭനം വഴിയായിട്ടാണ്. ഹവ്വയുടെ പക്കൽ സാത്താൻ എത്തിയിട്ട് വഴി തെറ്റിച്ചു, പ്രലോഭിപ്പിച്ചു ആ പഴം പറിച്ച് തിന്നാൻ. ആ പ്രവൃത്തി എന്തായാലും അങ്ങനെ വഴി തെറ്റിക്കുകയാണ്. ഈശോ പരിശീലനം ആരംഭിക്കുമ്പോഴും പ്രലോഭകൻ അടുത്തെത്തി വഴി തെറ്റിക്കാൻ നോക്കി, പക്ഷേ ഈശോ വഴങ്ങിയില്ല. അങ്ങനെ സാത്താന്റെ ഈ ഒരു പ്രലോഭിപ്പിക്കുക എന്നുള്ള പ്രക്രിയ അവർ ഈശ്വര പക്കൽ പോലും ചെയ്തുവെങ്കിൽ സകല ആൾക്കാരുടെ പക്കലും അവർ ചെയ്തുകൊണ്ടിരിക്കും, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരുടെ പക്കലും അവർ നിരന്തരം ഓതുന്നുണ്ട്, പറയുന്നുണ്ട്, പ്രേരിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 13-ന്റെ 2-ാം വാക്യത്തിൽ യൂദാസിന്റെ മനസ്സിൽ ഈശോയെ ഒറ്റിക്കൊടുക്കാൻ പിശാച് തോന്നിപ്പിച്ചു, പ്രേരിപ്പിച്ചു. കണ്ടോ, ചിന്തയിട്ട് കൊടുക്കാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് അവനിട്ട് ചിന്ത, പ്രലോഭനം. ഈ പ്രലോഭനവും പരീക്ഷയും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവം അബ്രഹാത്തെ പരീക്ഷിച്ചു. പരീക്ഷകൾ എന്ന് പറയുന്നത് പ്രലോഭനം എന്ന വാക്കിന്റെ ആ ഒരു അർത്ഥത്തിലും പരീക്ഷ വാക്ക് നമ്മൾ പ്രാർത്ഥനയുടെ ബൈബിൾ ഉപയോഗിക്കാറുണ്ട്. എങ്കിൽ പോലും പരീക്ഷ, സ്കൂളിൽ അധ്യാപകൻ പരീക്ഷ എഴുതുന്നതിനാണ് കുഞ്ഞുങ്ങളെ നല്ലപോലെ പഠിപ്പിച്ചു, പാഠമെല്ലാം പഠിപ്പിച്ച് ഒരുക്കിയതിന് ശേഷം അവർ പഠിച്ചോ ഇല്ലയോ എന്നറിയാൻ, എന്തുമാത്രം പഠിച്ചോ എന്നറിയാൻ, ആ പഠിച്ചതിൻ്റെ മാർക്ക് അവർക്ക്, സ്കോർ അവർക്ക് കൊടുക്കാൻ, അങ്ങനെ അവരെ അടുത്ത പാഠത്തിലേക്ക് അല്ല അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ, അതിനാണ് അധ്യാപകൻ പരീക്ഷ ഇടുന്നത്. ദൈവം പരീക്ഷ മനുഷ്യർക്ക് ഇടുന്നു, അനുവദിക്കുന്നു. അതെപ്പോഴും നമ്മളുടെ ക്വാളിറ്റി എന്തുമാത്രം ഉണ്ടെന്ന് വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് തന്നെ വെളിപ്പെടാൻ. ദൈവത്തിൻ്റെ ഒരു എല്ലാം ഉണ്ട്, എന്നിട്ട് നമുക്ക് പ്രൊമോഷൻ തരാൻ വേണ്ടിയിട്ടാണ്, മുന്നോട്ട് കയറ്റിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും അധ്യാപകൻ പിള്ളേർ തോക്കാൻ വേണ്ടിയല്ല പരീക്ഷ ഇടുന്നത്. അതുപോലെ തന്നെ പക്ഷേ ദൈവത്തിൻ്റെ ഈ പരീക്ഷയിൽ ചിലപ്പോഴൊക്കെ പരീക്ഷകനായിട്ട് പിശാചും വരാം എന്ന് പിതാക്കന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പരീക്ഷകന്റെ സ്ഥാനത്ത് ആര് വേണേ കടന്നു വരാം, സാത്താനും വരാം, പിശാചുക്കളും വരാം. പക്ഷെ പിശാച് എപ്പോഴും ഇടപെടുന്നത്, സാത്താൻ ഇടപെടുന്നത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നശിപ്പിക്കാൻ വേണ്ടി വഴിതെറ്റിച്ച് കെണിപ്പെടുത്താൻ വേണ്ടി നോക്കുന്നതാണ് പ്രലോഭനം എന്ന് പറയുന്നത്. സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റിക്കൊഴുക്കാൻ ഉദ്യമിച്ചു. ശമയോനെ ലൂക്ക 22-31 വാക്യങ്ങൾ. അപ്പം പാറ്റിക്കൊഴിച്ച് കളയാനാണ് നോക്കുന്നത്.
ജോബിന്റെ പുസ്തകത്തില് ജോബിനെ കുറിച്ച് ദൈവം നല്ലപോലെ സംസാരിക്കുമ്പോൾ സാത്താൻ ജോബിനെ ഞാൻ പാപത്തിൽ വീഴ്ച കാണിക്കാമെന്നാ ദൈവത്തോട് പറയുന്നത്. എനിക്ക് അനുവാദം തന്നാൽ മതി, അവനെ തകർത്ത് കാണിക്കാം. സാത്താന്റെ ഉന്നം തകർക്കുക എന്നുള്ളതാണ്, നശിപ്പിക്കുക. കള്ളം വരുന്നത് കൊല്ലാനും ചിതറിക്കുക നശിപ്പിക്കാനും വേണ്ടിയാണല്ലോ യോഹന്നാൻ 10:10. അപ്പൊ അതാണ് പ്രലോഭനത്തിന്റെ ഉന്നം, നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് രണ്ട് ആശയങ്ങളെ കുറിച്ചൊരു വ്യത്യാസം അറിയാമായിരിക്കണം. സഭയുടെ മതബോധന ഗ്രന്ഥത്തില് 2747 നമ്പറില് ആന്തരിക മനുഷ്യന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പരീക്ഷകളെ പാപത്തിലേക്കും മരണത്തിലേക്കും നയിക്കുന്ന പ്രലോഭനത്തിൽ നിന്നും വേർതിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. പരീക്ഷകളെ നമ്മൾ അറിയണം, പ്രലോഭനങ്ങളെ അറിയണം. ഇനി പരീക്ഷയുടെ ഭാഗമായിട്ട് പരീക്ഷകനായിട്ട് സാത്താൻ വരുന്നിടത്ത് അവൻ പ്രലോഭനം ഉപയോഗിക്കുന്നുണ്ട്. പ്രലോഭനം ഉപയോഗിക്കുമ്പം ആ പ്രലോഭനം പരീക്ഷയുടെ ഒരു ചോദ്യമായിട്ട്, ഐറ്റമായിട്ട്, ഒരു ഉപകരണമായിട്ട്, ആയുധമായിട്ട് മാറുന്നുണ്ട്. പ്രലോഭനം അനുഭവപ്പെടുക എന്ന് പറയുന്നതും പ്രലോഭനത്തിന് അടിപ്പെടുക എന്ന് പറയുന്നത് രണ്ടാം. ഞാൻ ഇപ്പം വായിച്ചു കേൾപ്പിച്ച ഈ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2847 അവിടെ അടുത്ത വാക്യം ഇങ്ങനെയാണ്: പ്രലോഭിക്കപ്പെടലും പ്രലോഭനത്തിന് വഴങ്ങലും തമ്മിൽ നാം വേർതിരിക്കണം. കണ്ടോ, പ്രലോഭിക്കപ്പെടുക എന്ന് പറയുന്നത് സാത്താൻ നിരന്തരം ഏത് വ്യക്തിയുടെ പക്കലും ഈശ്വര പക്കൽ പോലും ഉപയോഗിച്ച അവന്റെ ആയുധമാണ്, അവന്റെ പ്രവൃത്തിയാണ്. ഈ കല്ലിനെ അപ്പമാക്കാൻ പറഞ്ഞ് മുകളിൽ താഴേക്ക് ചാടിക്കോ ദേവാലയത്തിന്റെ മുകളിൽ നിന്നും അങ്ങനെ ചിന്തയിട്ട് കൊടുക്കുകയാണ്, വഴി തെറ്റിക്കാൻ. അതാ പ്രലോഭനം. പ്രലോഭനങ്ങൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം. 18 വായിക്കുന്നത് കൊണ്ടാണ്. പ്രലോഭനങ്ങൾ ഉണ്ടാകാതിരിക്കുക അസാധ്യം. പക്ഷെ പ്രലോഭനങ്ങൾ നിമിത്തം ദുരിതം ഉണ്ടാകേണ്ട ആവശ്യമില്ല. പക്ഷെ ദുരിതം ഉണ്ടായി പോകുന്നു. എന്തുകൊണ്ട്? നമ്മുടെ അശ്രദ്ധ കൊണ്ട്. പ്രലോഭനത്തെ മറികടക്കാനുള്ള മാർഗം എന്താണ്? സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2849 നമ്പറില് യുദ്ധവും വിജയവും പ്രാർത്ഥനയിലൂടെ അല്ലാതെ സാധിക്കുകയില്ല എന്ന് പറയുകയാണ്. തൊട്ട് മുൻപിലത്തെ ഖണ്ഡിക 2848 പറയാണ്, പൗലോസ് ഉദ്ധരിച്ചുകൊണ്ട്, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനം നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. 1 കൊരിന്തോസ് 10:13 വാക്യം. ശക്തി അവിടെ നൽകും. പ്രലോഭനം ഉണ്ടാകുമ്പോൾ, സാത്താൻ അതുകൊണ്ട് വരുമ്പോൾ. പക്ഷേ നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനം ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുന്നില്ല. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് മനുഷ്യശക്തി മാത്രമല്ല, അതിനെ അതീതമാണ് പിശാചിന്റെ ഏത് പ്രലോഭനവും. മറിച്ച് ദൈവിക ശക്തി കൊണ്ട് അതിന് ചെറുത്തെടുക്കാൻ പറ്റുള്ളൂ. 2 കൊരിന്തോസ് 12 7-8 വാക്യങ്ങളില് സാത്താന്റെ ഒരു മുള്ള്, ഒരു ദൂതൻ തന്നെ ശല്യപ്പെടുത്തുന്നത് മാറ്റിത്തരണമേ എന്ന് പൗലോസ് അപ്പോസ്തലൻ 1 അല്ല 2 അല്ല 3 പ്രാവശ്യം ഈശ്വരൻ അപേക്ഷിക്കുന്നത് വായിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുന്ന മറുപടി അധികം മാറ്റി തരാമെന്നല്ല, എനിക്ക് എന്റെ കൃപ മതി എന്നാണ്. ശക്തി അതിന് ബാക്കി പറയുമ്പോൾ അവസരം പറയാണ്, എന്നെ ശക്തിപ്പെടുത്തുന്നവനിൽ എന്റെ ബലഹീനതയിൽ അവിടുത്തെ ശക്തി പ്രകടമാകുന്നു കൃപയിലൂടെ. അപ്പൊ നിനക്ക് എന്റെ കൃപ മതി എന്ന് പറയുമ്പോൾ സാത്താന്റെ പ്രലോഭനത്തെ, ആക്രമണത്തെ മറികടക്കാനുള്ള ശക്തി തമ്പുരാൻ തന്റെ കൃപാവരങ്ങളിലൂടെ നൽകുന്നു. അതുകൊണ്ട് ബലഹീനതകളുടെയും പ്രലോഭനങ്ങളുടെയും പിശാചിന്റെ ഉപദ്രവങ്ങളുടെയും നടുവിലും അപ്പസ്തലൻ പറയും, ഞാൻ സന്തുഷ്ടനാണ്, അവിടുത്തെ ശക്തി എന്നെ പ്രകടമാകുന്നു. ഈ ശക്തി നമ്മൾ എങ്ങനെയാ വരിക? അതാണ് ഇവിടെ അടുത്ത ഖണ്ഡികയിൽ 2849 പറയുന്നത്, പ്രാർത്ഥനയിലൂടെ അല്ലാതെ ഈ ശക്തി നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ വിജയിക്കാനായിട്ട് പോകുന്നത്. പ്രലോഭനവുമായിട്ട് സാത്താൻ വരുമ്പോൾ ദൈവം അനുവദിക്കുന്ന പരീക്ഷയായിരിക്കാം. ചിലപ്പോൾ നമ്മൾ തന്നെ സാത്താൻ അവസരം കൊടുത്തിട്ട് വരുന്ന സാത്താൻ തരുന്ന പ്രലോഭനത്തിന്റെ ആക്രമണമായിരിക്കാം. പക്ഷെ അതിനെ മറികടക്കാനുള്ള ശക്തി പ്രാർത്ഥന വഴിയാണ് കിട്ടേണ്ടത്. ഈശോയ്ക്കെതിരെ സാത്താൻ നടത്തിയ ആക്രമണത്തിന്റെ അവസാന ഘട്ടമാണ് ഗെത്സമേൻ തോട്ടത്തില് പെസഹ രാത്രി സംഭവിക്കുന്നത്. ചോര വിയർത്തുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കുന്നു. പിതാവിനോട് പ്രാർത്ഥിച്ച കാര്യം നമുക്കറിയാമല്ലോ. സാധിക്കുമെങ്കിൽ ഈ പാനപാത്രം ഒഴിവാക്കി തരണേ അപ്പാ. വാസ്തവത്തിൽ ഈ പാനപാത്രം ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ കുരിശുമരണം ഒഴിവാക്കണം എന്നല്ലേ അർത്ഥം. ഈ കുരിശുമരണം ഒഴിവായി പോകട്ടെ എന്ന് കുറെ മാസങ്ങൾക്ക് മുമ്പ് കേസറ ഫിലിപ്പിയിൽ വെച്ച് പത്രോസ് ഈശോയോട് പറഞ്ഞപ്പം 10:16 ഈശോ പത്രോസിനെ എന്താ പറഞ്ഞ് വിളിച്ചത് നമുക്കറിയാമല്ലോ, സാത്താനെ നീ എൻ്റെ മുമ്പിൽ നിന്നും മാറിപ്പോ. അപ്പോൾ കുരിശന്റെ വഴി, പിതാവ് വെച്ച ബലിയാകലിന്റെ വഴി, പിശാചിന്റെ പ്രവൃത്തി നശിപ്പിക്കാനുള്ള പരിഹാര ബലിയാകാനുള്ള ആ ദൗത്യം, അതിൽ നിന്നും ഈശോയെ മാറ്റാൻ പത്രോസ് വഴി സാത്താൻ അന്ന് സംസാരിച്ചതാ, വഴി തെറ്റിക്കാൻ.
അത് ഈശോ തിരിച്ചറിഞ്ഞിട്ട് അപ്പം തന്നെ തട്ടിത്തെറിപ്പിച്ചു, സാത്താനെ വിട്ടു പോകാൻ പറഞ്ഞു. അങ്ങനെ തട്ടിത്തെറിപ്പിച്ച ഈശോ പക്ഷേ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന രാത്രിയിൽ ഗെത്സമൻ തോട്ടത്തില് സാത്താന്റെ ശക്തമായ ആക്രമണം നേരിട്ട് വീണ്ടും വരുന്നിടത്ത് സാത്താൻ ഇട്ടുകൊടുക്കുന്ന ചിന്ത യൂദാസിന്റെ മനസ്സിൽ ഈശോ തോന്നിപ്പിച്ചു. ഇതുപോലെ ഈശോയുടെ മനസ്സിലേക്ക് സാത്താൻ ചിന്ത ഇട്ടുകൊടുക്കണം. എന്താണ് ഈ കുരിശുമരണം? എന്തിനാ ഇത്ര ഭീകരമായ മരണം? നീ രാത്രി ഇപ്പം മരിക്കാൻ പോയി, ഈ അടുത്ത ഒരു 24 മണിക്കൂറിനുള്ളിൽ എന്തിനാ ഇങ്ങനെ മരിക്കുന്നത്? ഒഴിവാക്കിയെടുക്ക്. ഇതിന്റെ ഭീകരതയെല്ലാം കൂടെ ഈശോ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കുരിശിൽ തൂങ്ങി ആൾക്കാർ കൊല്ലപ്പെടുന്ന രംഗങ്ങൾ അനേക അവസരങ്ങൾ ജെറുസലേമിലേക്ക് വരുമ്പോൾ കണ്ടിട്ടുണ്ട്. കാരണം റോമക്കാര് കുറ്റവാളികളെ ക്രൂശിക്കാൻ ഉപയോഗിച്ചിരുന്നത്, തിരഞ്ഞെടുത്തിരുന്ന അവസരങ്ങൾ പലപ്പോഴും തിരുനാളിന്റെ അവസരങ്ങളാണ്. കാരണം എന്താ, എല്ലാവരും വരുന്ന അവസരമാണ്, എല്ലാവരും കാണണം, കണ്ട് പേടിക്കണം. അങ്ങനെ വരച്ചവരെ പേടിപ്പിച്ച് റോമക്കാർ യഹൂദരെ നിർത്തിയിരുന്നു. അതിനുള്ള ഒരു ശിക്ഷയ്ക്ക് രണ്ട് തലമുണ്ടല്ലോ. ശിക്ഷിക്കപ്പെടുന്ന വ്യക്തിക്ക് തിന്മയ്ക്കുള്ള ശിക്ഷ കൊടുക്കുകയാണ്, തിരുത്താനോ അല്ലെങ്കിൽ അവസാനിപ്പിക്കുകയാണ് ആ വ്യക്തിയെ, കുരിശ് തറച്ചു കൊല്ലുകയാണെങ്കിൽ പോലും. പക്ഷെ ആ വ്യക്തിയെ മാത്രം കൊന്നു കളഞ്ഞാൽ മതിയെങ്കിൽ എവിടെയും ചോദ്യം കളഞ്ഞാൽ പോരെ. അതല്ല, ഇതൊരു പാഠമായിട്ട് സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ കൂടെ ചെയ്യുകയാണ്. ശിക്ഷയ്ക്ക് രണ്ട് വശമുണ്ടല്ലോ. വ്യക്തിക്ക് ശിക്ഷ അത് ഒരു വശം, അതുവഴി മറ്റുള്ളവർക്ക് മുന്നറിയിപ്പും കൂടിയാണ്. ഇപ്പൊ ഡിസിപ്ലിന്റെ ഭാഗമാണത്. അതുകൊണ്ട് റോമാക്കാര് കുരിശുമരണ ശിക്ഷകൾ പലപ്പോഴും നൽകിയിരുന്നത് തിരുനാളുകളുടെ അവസരത്തിൽ. യഹൂദരെല്ലാം ദേവാലയത്തിൽ വരുമ്പം നഗരത്തിൽ തൊട്ടുപുറത്തുള്ള ആ കുന്നിന്റെ മുകളിൽ ഗാഗുൽത്ത മലയിൽ ആ കുന്നിന്റെ ചുവട്ടിലൂടെയാണ് ഇവർ കാണുന്നത്. ചെറിയ കുന്നാണ് കടന്നു വരുന്നത്. അപ്പൊ ഇത് കാണും. ഈശോ അനേക വർഷങ്ങള് ഈ 12 വയസ്സ് മുതൽ ഈ 33 വയസ്സ് വരെ ഉള്ള അവസരത്തിൽ തിരുനാളുകളൊക്കെ വന്നപ്പോഴൊക്കെ ഇങ്ങനെയുള്ള കുരിശുമരണങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന്റെ ഭീകരത നേരെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈശോയ്ക്ക് ഈ പെസഹ രാത്രിയിൽ അറിയാം, നാളെ ഞാനാണ് ആ സ്ഥാനത്ത് കുരിശിൽ കിടന്ന് പെടയാൻ പോകുന്നത്. ഇതിന്റെ ഭീകരമായ രംഗമെല്ലാം സാത്താൻ നല്ലപോലെ ഈശോ വിളിക്ക് ഇട്ടുകൊടുക്കുന്നു. അത് മനസ്സിൽ വന്നിട്ട് ഈശോ ഞെരുങ്ങുകയാണ്. ആ ഞെരുക്കത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ, അത് പിശാചിന്റെ പ്രലോഭന ആക്രമണത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ ഈശോ പിതാവിന്റെ അറിയാതെ പറഞ്ഞു പോകുക, അപ്പാ സാധിക്കുമെങ്കിൽ ഈ കുരിശുമരണത്തിന്റെ പാനപാത്രം ഒഴിവാക്കി തരണേ. കണ്ടോ, സാത്താന്റെ പ്രലോഭനമാണ്. പക്ഷെ എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഈശോ കൂട്ടിച്ചത് പറയുന്നുണ്ട്. പക്ഷെ പറയുന്നെങ്കിൽ തളർന്നു പോവുകയാണ്, വേർക്കുകയാണ്, ചോര വേർക്കുകയാണ്. ശിശുവിനെ മറികടക്കുന്നത് എങ്ങനെയാണ് നമ്മൾ അത് കണ്ടു കഴിഞ്ഞു. പ്രാർത്ഥിച്ച് അപ്പോൾ ശക്തി സ്വർഗത്തിൽ നിന്നൊരു മാലാഖ ഇറങ്ങി വന്ന ലൂക്ക 22:43 ശക്തിപ്പെടുത്തുകയാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 10 പറഞ്ഞ് നമ്മൾ കണ്ടത്. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടെ നിങ്ങൾക്ക് നൽകും. അവിടുന്ന് നൽകും എന്നുകൊണ്ട് മാത്രം നമുക്കിത് കിട്ടണമെന്നില്ല. നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം മുഴുവനും നമ്മൾ മേശപ്പുറത്ത് വിളമ്പി വെച്ചിരിക്കുന്നു. വിളമ്പി വെച്ചപ്പോഴും നമ്മുടെ വയറ് നിറഞ്ഞോ? ശക്തി കിട്ടിയോ? ഇല്ല. ഞാനെടുത്ത് കഴിക്കണം. എത്ര ഒന്നാന്തരം ഭക്ഷണം മേശപ്പുറത്ത് വിളമ്പി വെച്ചാലും ഞാൻ കഴിക്കുന്നില്ല, എനിക്ക് ഒരു കിട്ടിയാല. എൻ്റെ അക്കൗണ്ടിലേക്ക് എന്തുമാത്രം പണം ഇട്ട് തന്നിട്ടുണ്ട് ഒരാള്, നമ്മുടെ അപ്പൻ, എങ്കിൽ പോലും അത് ഞാൻ എടുക്കാതെ എനിക്ക് എൻ്റെ പഞ്ഞം തീരുകയല്ല, ഉപകാരപ്പെടുകയല്ല. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ആ എടുക്കലാണ് പ്രാർത്ഥന. ഡൗൺലോഡിങ് ആണ്. പ്രാർത്ഥന വഴി സ്വർഗത്തിലേക്ക് എടുക്കണം. അങ്ങനെ നമ്മുടെ പ്രലോഭനങ്ങളെ മറികടന്ന് അപ്പുറം പോകാനായിട്ട് നമുക്ക് സാധിക്കണം. അതാണ് പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത്. ഇതേക്കുറിച്ച് പറയുമ്പോൾ CCC ഒരു കാര്യം ചോദിച്ച് പറയുന്നുണ്ട്, ഈ ഉൾപ്പെടുത്തരുത് എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ 2 കാര്യങ്ങൾ ഉണ്ടെന്ന് പറയുകയാണ്. നമ്മൾ വായിക്കുന്നെങ്കിൽ 2846 ഖണ്ഡികയിൽ ഒറ്റ വാക്കുകൊണ്ട് ഗ്രീക്ക് ക്രിയ വിവർത്തനം ചെയ്യാൻ സാധ്യമല്ല. ഗ്രീക്കിൽ 2 അർത്ഥങ്ങൾ സാധ്യമാണ്. പ്രവേശിക്കാൻ അനുവദിക്കാതിരിക്കുക, പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നത് പറയുമ്പം പ്രലോഭനത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കരുതേ എന്നൊരർത്ഥമുണ്ട്. അതുപോലെ തന്നെ പ്രലോഭനത്തിന് വഴങ്ങാൻ ഞങ്ങളെ അനുവദിക്കാതിരിക്കുക, പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. അപ്പൊ അവിടെ വെച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കിന് 2 അർത്ഥമുണ്ട്. ഇത് CCCയിൽ കൃത്യമായി 2846 അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഏതാനും വർഷം മുമ്പ് പറയുകയുണ്ടായി, ഈ ഒരു യാചന പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്നല്ല, പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കണം. അതാണ് കുറച്ചുകൂടെ കറക്റ്റ് എന്ന്. അത് തന്നെ ഇവിടെ പറയുന്നുണ്ട്. യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനത്തെ ഉദ്ധരിച്ചുകൊണ്ട്, തിന്മയാൽ ദൈവം പ്രലോഭിതനാകുന്നില്ല, അവിടുന്ന് ആരെയും പ്രലോഭിപ്പിക്കുന്നുമില്ല എന്ന് യാക്കോബിന്റെ ലേഖനത്തിന്റെ 1-ാം അധ്യായം 13-ാം വാക്യം സൂചിപ്പിച്ചുകൊണ്ട് CCC പഠിപ്പിക്കുന്നുമുണ്ട്. അവിടെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, പ്രലോഭനത്തിലേക്ക് വീഴിക്കരുതേ, നയിക്കരുതേ എന്ന് പറയുമ്പം ഒരു തെറ്റിദ്ധാരണ വരാൻ ദൈവമാണോ പ്രലോഭനത്തിൽ കൊണ്ടുപോകുന്നത്? അങ്ങനെയല്ല.
പ്രലോഭനത്തിൽ വീണു പോകാൻ ഞങ്ങൾക്ക് ഇടവരരുതേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. മനസ്സുമർമ്മ പഠിപ്പിക്കുന്ന അർത്ഥമാണ് കുറച്ചുകൂടെ നമുക്ക് മൊത്തത്തിലുള്ള കാര്യം നോക്കുമ്പോൾ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. ആ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെ എടുക്കുമ്പോഴാണ് അത് ദൈവത്തിൻ്റെ നന്മയും നമ്മുടെ രക്ഷാപദ്ധതിയുമായിട്ട് ചേർന്ന് പോകുന്നതായിട്ട് വരുന്നത്. സഭയുടെ പഠിപ്പിക്കുന്നത് മനസ്സുമർമ്മ വ്യക്തമായി തന്നിരിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശുമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.